നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഗാലറിയിൽ തന്നെ ഒരുപാട് എഡിറ്റിംഗ് ഫീച്ചറുകൾ വരുന്നുണ്ട്. മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ഇതുപോലെ എഡിറ്റ് ചെയ്യുന്ന ഒരു അടിപൊളി സെറ്റിങ്സിനെ കുറിച്ച് നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഗാലറിയിൽ തന്നെ വരുന്ന ഫോട്ടോയൊക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റ് ആപ്ലിക്കേഷൻ്റെ സഹായമൊന്നും ഇല്ലാതെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ട്രിക്കുകളാണ്. ഏതൊക്കെയാണ് നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ? നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഗാലറിയിൽ തന്നെ വരുന്ന ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഉപകരിക്കുന്ന ആപ്ലിക്കേഷൻ്റെ സഹായമൊന്നുമില്ലാതെ ചെയ്യാൻ കഴിയുന്ന ചില ഫീച്ചറുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഇവിടെ ഓപ്പൺ ചെയ്യുക. ഞാനൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ്. ശേഷം ഞാനൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇതുപോലെ ഓപ്പൺ ആയി വന്നു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഫോട്ടോ ഒന്ന് മുകളിലേക്ക് നമ്മളൊന്ന് സ്വൈപ്പ് ചെയ്ത് കൊടുക്കുക. മുകളിലേക്ക് ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു 2-3 ഓപ്ഷൻസുകൾ വന്നായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. നമ്മളെ കയ്യിലുള്ള ഒരു ഫോട്ടോ ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ നമുക്ക് കളറിലേക്ക് മാറ്റണമെങ്കിൽ നമുക്ക് കളറൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിലൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അഡിങ് കളർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞാൽ ഇതുപോലെ റിസൾട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമുക്ക് ഈ ലൈന് ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇതിൻ്റെ കളർ ഫോട്ടോ നമുക്കൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആയിരുന്നു. ഇതുപോലെ നമുക്ക് ഫ്ലവർ മാത്രമല്ല, നമുക്ക് മറ്റുള്ളവരുടെ ഫോട്ടോയും ഇതുപോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയ ഫോട്ടോയാണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ നല്ല രീതിയിലേക്ക് കളറാക്കി മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും. ആപ്ലിക്കേഷൻ്റെ സഹായമൊന്നും ഇല്ലാതെ തന്നെ നമുക്കിതുപോലെ ഫോണിൻ്റെ നമ്മുടെ ഗാലറിയിൽ വെച്ച് തന്നെ നമുക്കിതുപോലെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. താഴെ നമുക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ സേവ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഒന്നാമതായി വരുന്നത്. ഇനി നമുക്ക് ബാക്കിലോട്ട് വരാം. മറ്റൊരു ഓപ്ഷൻ കൂടെ നോക്കാം. നമ്മൾ കയ്യിൽ ഏതെങ്കിലും ഒരു ഫോട്ടോ, നമ്മൾ ഏതെങ്കിലും ബില്ലോ മറ്റു കാര്യങ്ങളോ നമ്മൾ ഫോട്ടോ എടുത്തതുണ്ട് എങ്കിൽ നമ്മളത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിറയെ ചിലപ്പോൾ നിഴലുകളും അതുപോലെ തന്നെ ഒരുപാട് ഡോട്ടുകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. വൃത്തിയില്ലാത്ത രീതിയിലാണ് നമ്മൾ ഫോട്ടോ എടുത്തിരിക്കുന്നത് എങ്കിൽ ബാക്കിലോട്ട് വരാം. ഞാൻ അതിന് വേണ്ടിയിട്ടൊരു പേപ്പർ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഒരു എക്സാമിൻ്റെ ഒരു പേപ്പർ ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഇതിൽ ഒരുപാട് ഷാഡോകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. വൃത്തിയില്ലാത്ത രൂപത്തിലാണ് ഈ ഒരു ഫോട്ടോ ഉള്ളത്. നമുക്ക് നല്ല രീതിയിൽ വൃത്തിയാക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ തന്നെ മുകളിലേക്ക് നമ്മളൊന്ന് സ്വൈപ്പ് ചെയ്ത് കൊടുക്കുക. സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഓപ്ഷൻസുകൾ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. കണ്ടില്ലേ, ഇതിൽ നമുക്കിവിടെ ഫസ്റ്റ് തന്നെ കാണാൻ വേണ്ടി സാധിക്കും ഇറേസ് ഷാഡോസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. കണ്ടില്ലേ, നമുക്ക് ഇതിൽ വരുന്ന നിഴലുകൾ റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമ്മൾ എന്ത് ചെയ്യാം, ഇതിൽ നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ, നല്ല രീതിയിൽ തന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഷാഡോ ഒക്കെ പോയിട്ട് നല്ല വൃത്തിയായിക്കൊണ്ട് തന്നെ കണ്ടില്ലേ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഏത് ഫോട്ടോയും ഇതുപോലെ ക്ലിയർ ഇല്ലാതെ നമുക്ക് വൃത്തിയില്ലാത്ത രൂപത്തിലാണ് എങ്കിൽ ഇതുപോലെ നമുക്ക് ഷാഡോ റിമൂവർ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഫോണിലുള്ള ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇതുപോലെ നല്ല വൃത്തിയാക്കി മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും. ഇതാണ് രണ്ടാമതായിട്ടുള്ള ഓപ്ഷന്. നമുക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. താഴെ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. മൂന്നാമതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മളിതുപോലെ തന്നെ ഒരു ഫോട്ടോ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോട്ടോ നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് മുകളിലേക്കൊന്ന് സ്വൈപ്പ് ചെയ്യുക. ഇനി നമുക്കിത് ലൈവ് എഫക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഈ ഒരു ലൈവ് എഫക്റ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫോട്ടോ ആണെങ്കിൽ തന്നെ നല്ല രീതിയിൽ അത് എഫക്റ്റ് ആവുന്ന രീതിയിൽ ഇങ്ങനെ ചലിക്കുന്ന രൂപത്തിലേക്ക് മാറിത്തരും. ഞാനിവിടെ ലൈവ് എഫക്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ക്ലിക്ക് ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എഫക്റ്റിലേക്ക് മാറുന്ന ഒരു സമയം കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കൊടുക്കാം. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഈ ഒരു ഫോട്ടോ നമുക്ക് ഇങ്ങനെ എഫക്റ്റ് ആയിരുന്നു, അതായത് ചലിക്കുന്നത് പോലെ തോന്നും. നമുക്ക് രണ്ട് സൈഡിലേക്കും ഇങ്ങനെ ഇളകുന്നത് പോലെ നമുക്ക് തോന്നും. കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ നമുക്കൊരു എഫക്റ്റ് ആ ഒരു ഫോട്ടോക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നാലാമത്തെ ഒരു ഓപ്ഷൻ ബാക്കിലോട്ട് വരാം. ബാക്കിലോട്ട് വന്നിട്ട് ഇതുപോലെ തന്നെ മുകളിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് എഫക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് എഫക്റ്റിലൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഏത് രൂപത്തിലേക്കാണ് നമ്മളെ ബാക്ക്ഗ്രൗണ്ട് മാറേണ്ടത് എന്നാണ്. ബ്ലറാണ് എങ്കിൽ നമ്മളിതുപോലെ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റുഡിയോ എഫക്റ്റിലേക്കാണ് മാറിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് ലൈറ്റ് കൂട്ടാനും കുറക്കാനൊക്കെ ഉള്ള ഓപ്ഷൻ സൈഡിൽ വരും. അതുപോലെ തന്നെ മറ്റൊരു ഓപ്ഷൻ അതിൻ്റെ തൊട്ടടുത്തായി കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് രൂപത്തിലേക്ക് മാറ്റി കിട്ടുന്നതാണ്. അതുപോലെ അതിൻ്റെ തൊട്ടടുത്ത് മറ്റൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കീമോണോ എന്നുള്ള ഓപ്ഷനിലേക്ക്, ലോ കീമോണോ എന്നുള്ള ഓപ്ഷനിലേക്ക് മാറുന്നതാണ്. അതുപോലെ തന്നെ തൊട്ടടുത്ത് വേറൊരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസുകൾ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് നമുക്ക് മറ്റൊരു രൂപത്തിലേക്ക്, മറ്റൊരു ബ്ലൂ കളർ പോലെയുള്ള ഒരു രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഫോട്ടോ മാത്രം നമുക്ക് ആ ഒരു ഒറിജിനൽ കളറിലും ബാക്ക്ഗ്രൗണ്ട് മറ്റൊരു കളറിലേക്ക് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ തൊട്ടടുത്ത് മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. അതിലൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് മാറിയിട്ടുണ്ട്. ഫോട്ടോ നമുക്ക് അതുപോലെ തന്നെ നിന്നുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് മാത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഓപ്ഷൻസുകൾ നമുക്കിത് കാണാൻ വേണ്ടി സാധിക്കുന്നില്ലേ. ബാക്ക്ഗ്രൗണ്ട് ഒരു സൈഡ് മാത്രം ബ്ലറായിട്ടുണ്ട്. അതുപോലെ തന്നെ തൊട്ടടുത്ത് മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസുകൾ കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള എഫക്റ്റുകൾ നമുക്ക് ഫോട്ടോക്ക് മറ്റേ ആപ്ലിക്കേഷൻ്റെ സഹായമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇതിലൂടെ നമുക്ക് എഫക്റ്റുകൾ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി എഫക്റ്റ് കൂട്ടാനും കുറക്കാനൊക്കെ ഉള്ള ഓപ്ഷൻ ഇവിടെ താഴെ കാണുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ,
ഈ താഴെ കാണുന്ന ഈ ഒരു ലൈൻ ഇങ്ങനെ നമ്മൾ നീക്കുന്നതിനനുസരിച്ചിട്ട് ആ ഒരു ഫോട്ടോയുടെ ക്ലാരിറ്റിയും അതുപോലെ തന്നെ ആ ഒരു എഫക്റ്റും നമുക്ക് കൂടുന്നതായിട്ടും കുറയുന്നതായിട്ടൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. മുകളിലായിട്ട് നമുക്ക് ആ ഒരു ഫോട്ടോ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സേവ് ചെയ്യണമെങ്കിൽ സേവ് എന്ന് കൊടുക്കാം. ബാക്കിലോട്ട് വരാം. ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഫോട്ടോ തന്നെ നമുക്ക് ഫോട്ടോ ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിലായിട്ട് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു ഓപ്ഷനും കൂടെ താഴെ കാണാൻ വേണ്ടി സാധിക്കും. ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് ഫോൺ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഫോട്ടോ എടുത്തിരിക്കുന്നതെന്നും അതുപോലെ നമ്മൾ എടുത്ത ആ ഒരു ഫോട്ടോയുടെ സൈസും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ താഴെയായിക്കൊണ്ട് കാണാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ താഴെയായിക്കൊണ്ട് നമുക്കൊരു മാപ്പിൻ്റെ ചിഹ്നം കാണാൻ വേണ്ടി സാധിക്കും. മാപ്പിൻ്റെ ഫോട്ടോ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെയാണ് നമ്മുടെ അടുത്ത സെറ്റിങ്സ് വരുന്നത്. ഗൂഗിൾ മാപ്പിൻ്റെ ഫോട്ടോ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഗൂഗിൾ മാപ്പ് ആഡ് ചെയ്തിട്ടുള്ള ജിമെയിലാണ് നിങ്ങളുടെ ഫോണിൽ എങ്കിൽ നമ്മൾ ആ ഒരു ലൊക്കേഷനിൽ ഏതൊക്കെ ലൊക്കേഷനിൽ പോയിട്ട് നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ട് ആ ഒരു ഭാഗത്തുള്ള ഫോട്ടോകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഗൂഗിൾ മാപ്പ് എന്തെങ്കിലും ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എടുത്ത ഭാഗങ്ങൾ ഏതൊക്കെ ഭാഗത്തു നിന്ന് ഏതൊക്കെ ഫോട്ടോകൾ എടുത്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഈ ഒരു ഗൂഗിൾ മാപ്പിൽ തന്നെ കാണാൻ വേണ്ടി സാധിക്കും. ഏത് ഭാഗത്തു നിന്നാണ് ഏതൊക്കെയാണ് ഫോട്ടോ നമ്മൾ എടുത്തിരിക്കുന്നതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് നമ്മൾ കാണാൻ വേണ്ടി സാധിക്കണ്ടില്ലേ. വ്യത്യസ്ത ലൊക്കേഷനിൽ നിന്ന് ഞാൻ വ്യത്യസ്ത ഫോട്ടോകൾ എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോസുകളൊക്കെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ നീക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമ്മൾ പോയിട്ട് എടുത്ത സ്ഥലങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഗൂഗിൾ മാപ്പിനകത്ത് തന്നെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മൾ ഏത് സ്ഥലത്തു നിന്നാണ് ഏത് ഫോട്ടോയാണ് എടുത്തിരിക്കുന്നത്, എത്ര ഫോട്ടോകൾ എടുത്തിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് കണ്ടില്ലേ. ഇവിടെ വ്യക്തമായിട്ട് കാണാൻ വേണ്ടി 4 ഫോട്ടോ ഇവിടുന്ന് എടുത്തിട്ടുണ്ട്. അതുപോലെ 51 ഫോട്ടോ, ഒരു ഫോട്ടോ, അതുപോലെ 144 ഫോട്ടോ, അങ്ങനെ ഒരുപാട് ഏതൊക്കെ ലൊക്കേഷനിൽ നമ്മൾ ഏതൊക്കെ ഫോട്ടോകൾ എടുത്തിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് ഇതുപോലെ ഈ ലൊക്കേഷൻ ഓപ്പൺ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. നമ്മൾ പോയിട്ടുള്ള എല്ലാ ഭാഗങ്ങളിലും എവിടെ നിന്നൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ താഴോട്ട് ഇങ്ങനെ സൂം ഔട്ട് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒരുപാട് സ്ഥലത്തെ ഫോട്ടോസുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമ്മൾ മറ്റേതെങ്കിലും സ്ഥലത്ത് പോയിട്ട് എടുത്തിട്ടുണ്ട് എങ്കിൽ അവിടെയുള്ള ഫോട്ടോകളൊക്കെ കാണാൻ വേണ്ടി സാധിക്കണ്ടില്ലേ. ഇപ്പോൾ നമ്മൾ പുറത്ത് പോയിരിക്കുന്ന സമയത്ത് ആ ഭാഗത്തുള്ള ഫോട്ടോകളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. ഞാൻ സൂം ഔട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, ഊട്ടി, മൈസൂർ, അത് കോയമ്പത്തൂർ, നമ്മൾ പോയിട്ടുള്ള എല്ലാ ഭാഗങ്ങളും നമുക്കിതിൽ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. നമ്മൾ ജില്ല വിട്ട് പുറത്ത് പോയിരിക്കണമെങ്കിൽ ആ ഒരു ഫോട്ടോയൊക്കെ നമുക്കിതുപോലെ നമുക്ക് സൂം ഔട്ട് ചെയ്തുകൊണ്ട് നമ്മൾ എവിടെയൊക്കെ പോയിരിക്കുന്നു, എവിടെ നിന്നൊക്കെ ഫോട്ടോ എടുത്തിരിക്കുന്നതൊക്കെ നമുക്ക് ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കും. നമ്മളെ ഫോൺ മെമ്മറിയിൽ സേവ് ആയിട്ടുള്ള ഫോട്ടോകളാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതുപോലെ നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മളെ ഫോണിലെ ലൊക്കേഷൻ ഓൺ ആയിരിക്കണം. ഇങ്ങനെ ഓൺ ആയിരിക്കുന്ന സമയത്ത് എടുത്ത ഫോട്ടോകൾ മാത്രമാണ് ഇതുപോലെ ലൊക്കേഷൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു സെറ്റിങ്സുകളൊക്കെ നിങ്ങളുടെ ഫോണിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വീഡിയോ യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.